കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 6ാം ദിനം പുസ്തകപ്രേമികളാൽ സമ്പന്നമായിരുന്നു. ഒഴിവു ദിനമായതിനാൽ തന്നെ അനിയന്ത്രിതമായ തിരക്കായിരുന്നു സ്റ്റാളുകളിൽ. പുസ്തകോത്സവ വേദിയിൽ അരങ്ങ് തകർത്ത് ഏകപാത്ര നാടകവുമായി ബീന ആർ ചന്ദ്രൻ. മാധവിക്കുട്ടിയുടെ വേനലിൻ്റെ ഒഴിവ് എന്ന ചെറുകഥയെ ആസ്പദമാക്കിയാണ് ഒറ്റ ഞാവൽമരം എന്ന നാടകം. അധ്യാപനത്തെ ഏറെ ഇഷ്ടപ്പെടുന്നുവെന്നും അധ്യാപനവും നാടകവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് താല്പര്യമെന്നും ബീന ആർ ചന്ദ്രൻ പ്രതികരിച്ചു. എനിക്ക് നാടകം എന്ന് പറയുമ്പോൾ എൻ്റെ ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളൊരു കലാരൂപമാണ്. എല്ലാം ഇഷ്ടമാണ്, പക്ഷെ നാടകത്തിനോട് കുറച്ചും കൂടി താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തും നന്നായിട്ട് ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കെല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ പഠിച്ചൊരു കാര്യം. ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമ്മളത് എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തുമല്ലോ. അപ്പോൾ മാത്രമല്ല, ഞാൻ അധ്യാപനവും നാടകവും വ്യത്യസ്തമായിട്ട് കാണുന്നില്ല. ഒരു ക്ലാസ് എടുത്ത് പോരുമ്പോൾ എനിക്കൊരു പെർഫോമൻസ് കഴിഞ്ഞ പോലെയാണ് പലപ്പോഴും തോന്നാറ്. കാരണം ഞാൻ തിയേറ്റർ ബേസ്ഡാണ് ക്ലാസ് കൊണ്ടുപോകുന്നത്. ഭാഷയാണ് ഞാൻ പഠിപ്പിക്കുന്നത്, മലയാളവും ഇംഗ്ലീഷും. അപ്പോൾ അത് രണ്ടിനും തിയേറ്റർ ആസ്പെക്ട്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തും കൊണ്ടാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് കുട്ടികൾക്ക് പഠനത്തിനോട് കൂടുതൽ താല്പര്യവും ഒരു പെർഫോമൻസ് അവർ ചെയ്യണ സമയത്ത് അവർ സ്വയം തിരിച്ചറിയുന്ന എനിക്കിതിനൊക്കെയുള്ള കഴിവുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാവാനും അവർ പഠിക്കുന്ന ആ ഒരു ഭാഷയുമായിട്ട് അടുപ്പുണ്ടാവാനും താല്പര്യം ഉണ്ടാവാനൊക്കെ. കുറച്ച് കഴിഞ്ഞിട്ട് മൊന്തേ വെള്ളം കൊണ്ട് ചെന്നപ്പോ എന്താ, മുത്തശ്ശണ്ട് ആ കടമ്പായുടെ മുകളില് ഒടിഞ്ഞു തൂങ്ങി ഇങ്ങനെ കിടക്കണു. മുത്തശ്ശൻ എല്ലാവർക്കും എപ്പോഴും തണലായിരുന്നു. എനിക്ക് മുത്തശ്ശി അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. 30 വർഷമായി നാടകരംഗത്തുണ്ട്. ആളുകൾ കൂടുതൽ തിരിച്ചറിഞ്ഞത് സിനിമയിലെത്തിയതുകൊണ്ടും സംസ്ഥാന അവാർഡ് ലഭിച്ചതുകൊണ്ടുമാണ്. അതിനുശേഷം ഒരുപാട് വേദികൾ ലഭിക്കുകയുണ്ടായി. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതൊക്കെ എനിക്ക് കിട്ടാനുള്ള ഒരു അവസരം കിട്ടാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടിയിട്ടാണ്. കാരണം 30 വർഷമായിട്ട് ഞാൻ തിയേറ്റർ രംഗത്തുണ്ട്, പക്ഷേ ബീന ആർ ചന്ദ്രൻ എന്ന എന്നെ അധ്യാപികയെ ആരും അറിയില്ല. അപ്പോൾ അപ്പോൾ സിനിമയും നാടകവും തമ്മിലുള്ള വലിയൊരു അന്തരം ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി കാണുകയാണ്. അപ്പോൾ ഈ ഒരു അംഗീകാരത്തിൻ്റെ പേരിൽ ഇവിടെ നിയമസഭയിൽ ഇതിൻ്റെ മുന്നേ വനിതാ പ്രവർത്തന ഉദ്ഘാടനത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് മുഹമ്മദ് അലി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിച്ചു. പിന്നെ അപ്പോഴാണ് പറഞ്ഞത് ഒരു ഇൻട്രാക്ഷൻ എന്നുള്ള രീതിയിൽ ഇവിടേക്ക് ബുക്ക് ഫെസ്റ്റിന് വരണം എന്ന്. അപ്പോൾ എനിക്കെപ്പോഴും സംസാരിക്കാനല്ല ഇഷ്ടം, എൻ്റെ മേഖലയുടെ അഭിനയം അതുകൂടി ആളുകൾക്കൊരു അനുഭവം കൊടുക്കാനാണ് ഇപ്പോഴും ഞാൻ ഇഷ്ടപ്പെടാറ്. അപ്പോൾ എൻ്റെ ഏകപാത്ര നാടകം ഒറ്റ ഞാവൽമരം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു നിയമസഭാ വേദിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒറ്റ നാവൽമരം കണ്ട സദസ്സ് വികാരാധീനരായി. കാണികളിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയത്. ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്കിവിടെ ഡ്യൂട്ടിയിലാണ്, ഇവിടുത്തെ സെക്യൂരിറ്റി വിഭാഗത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് നാടകം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തിയേറ്റർ നാടകം ചെയ്യുന്ന ആളാണ്. വല്ലപ്പോഴൊക്കെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അതിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. ശരിക്കും നാടകം കണ്ട് അവിടെ ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ കണ്ടപ്പം പ്രത്യേകിച്ച് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇതുപോലെ ഈ ഞാവൽപ്പഴം തിന്നതും ഞാവൽപ്പഴം പെറുക്കിയതും അതിനുവേണ്ടി അടി കൂടിയതും നമ്മളുടെ നല്ല ഓർമ്മകളാണല്ലോ. തീർച്ചയായിട്ടും നമ്മളെ കുട്ടിക്കാലത്തിലേക്കൊന്ന് പോകാൻ പറ്റി. അത് മാത്രമല്ല ശരിക്കും ആസ്വദിച്ചു ആ നാടകം. മാഡത്തിന് പ്രത്യേകിച്ച് അവരുടെ സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ അവരെ കൂടുതൽ അറിയുകയും അതിനുശേഷമാണ് ഇത്രയും 30 വർഷമായി അവർ ഈ നാടകം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ശരിക്കും ഒരു അറിവുണ്ടായിരുന്നില്ല അവരെ പറ്റി. പക്ഷേ ഈ ഒരു അവാർഡ് കിട്ടിയതിന് ശേഷം നമ്മൾ അവരെ അറിയുകയും അവരുടെ ഈ ഒരു ഏകാംഗ നാടകം നമുക്ക് നേരിലൊന്ന് കാണാൻ പറ്റി എന്നുള്ളത് നല്ലൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. സത്യത്തിൽ കഥകൾ വീണ് കിട്ടാറാണുള്ളത്, ബുദ്ധിയിൽ നിന്നുദിക്കുന്ന കഥകൾ തനിക്കില്ലെന്നും ഗ്രേസി. പെൺപക്ഷത്തിൻ്റെ വികാരം പ്രതിഫലിക്കുന്ന എഴുത്ത് ശൈലിയാണ് ഗ്രേസിയുടേത്. സ്ത്രീ ശരീരത്തിൻ്റെയും ലൈംഗികതയെയും കുറിച്ചുള്ള തുറന്നെഴുത്തുകൾ ഗ്രേസിയുടെ നിരവധി കഥകളിൽ കാണാം. എഴുത്തു ജീവിതത്തിൽ താൻ ആരെയും പേടിച്ചിട്ടില്ലെന്നും താൻ സ്വതന്ത്രയായിരുന്നുവെന്നും ഗ്രേസി പറഞ്ഞു. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 2ാം വേദിയിൽ മാറുന്ന കാലം മാറുന്ന എഴുത്ത് എന്ന വിഷയത്തിന്മേൽ ചർച്ച ചെയ്തതിനു ശേഷമായിരുന്നു ഗ്രേസി ഇങ്ങനെ പ്രതികരിച്ചത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പെറുക്കിത്തീനിയാണെന്നാണ് ഞാൻ പറയാറ്. അതായത് എനിക്ക് കഥകൾ വീണ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെങ്ങനെ വീണ് കിട്ടിക്കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടല്ലോ. അപ്പോൾ
അതിനനുസരിച്ച് അങ്ങോട്ട് വരണമെന്നുള്ളൂ. അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നും എൻ്റെ കഥകളെക്കുറിച്ചില്ല. പുസ്തകോത്സവത്തിന്റെ 6ാം ദിനത്തിൽ വേദി 2-ൽ സ്ത്രീ എഴുത്തുകളെപ്പറ്റി സംസാരിക്കുകയായിരുന്നു എഴുത്തുകാരി ചന്ദ്രമതി. കാലം മാറുന്നതിനനുസരിച്ച് സ്ത്രീ എഴുത്തുകാരികൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് എന്നും അവർ പറഞ്ഞു. മറ്റുള്ളവരുടെ പരിഹാസത്താൽ 13 വർഷത്തോളം എഴുത്ത് ജീവിതത്തിൽ നിന്ന് മാറി നിന്നതായും ചന്ദ്രമതി പറഞ്ഞു. ഫെമിനിസ്റ്റ് എഴുത്തുകൾ കാലത്തിന്റെ ആവശ്യമായിരുന്നു എന്നും അത് വേണമെന്ന് തനിക്ക് ഇനി അഭിപ്രായമില്ല എന്നും ചന്ദ്രമതി കൂട്ടിച്ചേർത്തു. ഫെമിനിസ്റ്റ് കഥകൾ ഒരു ചരിത്രത്തിൻ്റെ ആവശ്യമായിരുന്നു. കാരണം അതുവരെ പുരുഷൻ്റെ വീക്ഷണത്തിൽ കൂടെ മാത്രമേ എന്തിനേയും നമ്മൾ കണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ തകഴിയുടെ കഥകൾ നോക്കിയാൽ അത് മുഴുവൻ പുരുഷൻ്റെ കണ്ണിൽ നിന്നാണ്. കേശവദേവ് നോക്കിയാൽ അങ്ങനെയാണ്. അവിടുന്ന് അടുത്ത തലമുറയിലേക്ക് വന്ന് കാക്കനാടൻ, എം മുകുന്ദൻ, അവരൊക്കെ പുരുഷൻ്റെ കണ്ണിലൂടെ മാത്രമേ സ്ത്രീയെ കണ്ടിരുന്നുള്ളൂ. അപ്പോൾ സ്ത്രീയുടെ കണ്ണിലൂടെ ജീവിതത്തെ കാണുന്ന കഥകൾ വന്നത് ഈ ഫെമിനിസത്തിൻ്റെ ഒരു അഡ്വൻറ്റോടെയാണ്, അതിൻ്റെ ഒരു കുതിച്ചുകയറ്റത്തോടു കൂടിയാണ്. പക്ഷേ അത് നമ്മളെയും കൊണ്ട് വേണ്ടാത്ത ഭാഗത്തേക്ക് പോയി എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ ഒരു ചെറിയ എതിർപ്പ്. അല്ലാതെ പക്ഷേ ചരിത്രത്തിൻ്റെ ആവശ്യകതയായിരുന്നു, അത് വേണമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പം ഇക്വാളിറ്റി ആയിക്കഴിഞ്ഞു. ഇപ്പോൾ പലയിടത്തും സ്ത്രീക്കാണ് പുരുഷനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം. നിയമസഹായം പോലും സ്ത്രീക്കാണല്ലോ കൂടുതൽ. നിയമം എപ്പോഴും സ്ത്രീയുടെ കൂടെയാണല്ലോ. അങ്ങനെ ഒരുപാടിടത്ത് സ്ത്രീക്ക് ഒരുപാട് ഫ്രണ്ടിലോട്ട് വരാനുള്ള അവസരവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഡെലിബറേറ്റ് ഫെമിനിസ്റ്റ് റൈറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതെൻ്റെ അഭിപ്രായമാണ്. നിയമസഭാ പുസ്തകോത്സവ വേദിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അപർണയ്ക്കൊപ്പം അലീന. എൻ്റെ എഴുത്തിൻ്റെയും വായനയുടെയും ജീവിതം എന്ന വിഷയത്തിൽ എഴുത്തുകാരൻ ടി പത്മനാഭൻ നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം വേദി 1-ൽ വായനക്കാരുമായി സംസാരിച്ചു. പ്രകാശം പരത്തുന്ന കഥകളായിരുന്നു വേദി നിറയെ. കൊല്ലത്തിൽ ഒരൊറ്റ ദിവസം അദ്ദേഹം തറവാട്ട് വീട്ടിൽ, ഞാനൊക്കെ താമസിക്കുന്ന വീട്ടിൽ വരും. അത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ശ്രാദ്ധത്തിൽ പങ്കെടുക്കാൻ. വളരെ വണ്ണം, നല്ല നിറം, ഘനഗംഭീര ശബ്ദം. വീട്ടിൻ്റെ പറമ്പിൻ്റെ ഗേറ്റിൻ്റെ അടുക്ക് എത്തുമ്പം അദ്ദേഹം ഒരു ശബ്ദം പുറപ്പെടുവിക്കും. ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം എനിക്കത് ഓർമ്മയാണ്. മലയാള സാഹിത്യത്തിന് അതുല്യമായ സംഭാവനകൾ നൽകിയ കഥാകൃത്ത് ടി പത്മനാഭനായിരുന്നു ഇന്ന് വേദി 1-ൽ സംസാരിച്ചത്. തൻ്റെ എഴുത്തിൻ്റെ ജീവിതവും രാഷ്ട്രീയവും സ്വാതന്ത്ര്യ സമരത്തിൽ തൻ്റെ ജീവിതവും എല്ലാം അദ്ദേഹം സംസാരിച്ചു. തൻ്റെ ജീവിതത്തിൽ വിചിത്രമായ ഒരു അനുഭവമാണ് KLIBF. വായനയോട് നിയമസഭ കാണിക്കുന്ന ആദരമാണ് ഈ ഉത്സവമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുസ്തകങ്ങൾ നമ്മെ പുതിയ ലോകത്തിലേക്കും പുതിയ ആശയങ്ങളിലേക്കും കൊണ്ടുപോകുന്നു. അത് ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് പുതിയ സംസ്കാരങ്ങളിലെ ഹൃദയങ്ങളിലേക്കും കൊണ്ടുപോകുന്നു. വിവർത്തന സാഹിത്യത്തിൻ്റെ സൗന്ദര്യം എന്ന വിഷയത്തിൽ വിവർത്തന സാഹിത്യകാരന്മാരുടെ പാനൽ ചർച്ച സംഘടിപ്പിച്ചു. സാഹിത്യങ്ങൾ മറ്റു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും വിവർത്തന സാഹിത്യകാരൻ പ്രൊഫസർ C. അരവിന്ദൻ സംസാരിച്ചു. വിവർത്തകർ അല്ലെങ്കിൽ വിവർത്തനം ചെയ്യപ്പെടുന്ന കൃതികൾ നേരിടുന്ന വെല്ലുവിളി, ആദ്യത്തെ വെല്ലുവിളി അതിൻ്റെ സ്വീകാര്യതയാണ്. അത് ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചപ്പോഴും പറഞ്ഞു. പലതരം വായനാ സമൂഹങ്ങളുണ്ട് നമുക്ക്. നമ്മുടെ കേരള വായനാ സമൂഹം ചില ഭാഷകളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് പാശ്ചാത്യ ഭാഷകളിൽ നിന്ന്, അത് ഏതും ആയിക്കോട്ടെ, ഞാനിങ്ങനെ യൂറോപ്പെന്ന് മാത്രമല്ല, ഏത് ഭാഷയാണ് അതിന് സ്വീകരിക്കാൻ കാണിക്കുന്ന ഒരു മാനസികാവസ്ഥ കേരള സമൂഹത്തിനുണ്ട്. അതേസമയത്ത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൃതികളുടെ വിവർത്തനം അല്ലെങ്കിൽ ആ എഴുത്ത് അതൊന്നും അത്ര അങ്ങോട്ട് ഇത് ചെയ്യുന്നില്ല. അവിടെ എവിടെയൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു നേരിയ ശതമാനം അയിത്തം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മറ്റ് സമൂഹങ്ങളുണ്ട്, കേരള സമൂഹം മാത്രമല്ല, ഇത് അങ്ങോട്ട് മറ്റുണ്ട്. ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ പ്രശ്നമുണ്ട്, മറ്റ് അസമിയ, പഞ്ചാബ് തുടങ്ങിയ സമൂഹങ്ങളിലും ഈ പ്രശ്നമുണ്ട്. അത് വാസ്തവത്തിൽ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ കാര്യമാണ്. യഥാർത്ഥത്തിൽ വിവർത്തനം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാത്തിടത്തോളം കാലം ഈ ഒരു സ്വീകാര്യത എന്നുള്ള ഒരു കാര്യം നിലനിൽക്കും. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവ് ഇന്ന് ഒട്ടുമിക്ക മേഖലയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. വിവർത്തന മേഖലയിലെ AI-യുടെ കടന്നുവരവിനെ കുറിച്ച് ഡോക്ടർ പ്രിയ K. നായർ സംസാരിച്ചു. AI ഒരുവിധം എല്ലാ മേഖലകളെയും ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ പതുക്കെ അത് തുടങ്ങിയിട്ടുണ്ട്. ടീച്ചിങ് ആയാലും, ലേണിംഗ് ആയാലും, റീഡിംഗ് ആയാലും, ട്രാൻസ്ലേഷൻ ആയാലും ഡെഫിനറ്റ്ലി AI കടന്നു വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഇനഫ് ഡേറ്റ AI ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ട്രാൻസ്ലേറ്റേഴ്സൊക്കെ കംപ്ലീറ്റ്ലി AI-യിലേക്ക് ട്രാൻസ്ലേഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി AI-യിലേക്ക് പോവാത്തത്. AI is like a child, അല്ലേ? The child has to learn before it starts thinking on its own. AI എപ്പോഴാണോ കൂടുതൽ ഡേറ്റ ക്യാപ്ചർ ചെയ്യുന്നത്, അപ്പം നമ്മൾ ഇന്ന് കാണുന്ന പല ട്രഡീഷണൽ കൺവെൻഷണൽ പ്രോസസ്സസും മാറും എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എഴുത്തിനും വിവർത്തന സാഹിത്യത്തിനും ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ച് ഡോക്ടർ സണ്ണി എണ്ണം സംസാരിച്ചു. വിവർത്തന സാഹിത്യത്തിൻ്റെ സൗന്ദര്യം എന്നാണ് നമ്മളുടെ ഈ ഡിസ്കഷൻ്റെ, ഈ പാനൽ ചർച്ചയുടെ ടോപ്പിക്. അത് തന്നെ അതിനൊരു സ്വീകാര്യത വേണമെന്ന് കേരളീയ പൊതുസമൂഹത്തിന് തോന്നിയതുകൊണ്ടാണ്. കാരണം വിവർത്തനത്തിലൂടെയാണ് നമ്മളുടെ സംസ്കാരവും ഭാഷയും സാഹിത്യവും സമ്പന്നമാകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റായിട്ട് നിൽക്കും. അതിന് ഭാഷയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയൊക്കെ വിപുലീകരിക്കുന്നതിന് ഏറ്റവും നല്ല ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഇതര സംസ്കാരങ്ങളെ പരിചയപ്പെടുക എന്നുള്ളതാണ്. അത് പരിചയപ്പെടാനുള്ളൊരു അവസരം ലോകത്ത് ട്രാൻസ്ലേഷനിലൂടെ തന്നെയാണ് സാധിക്കുന്നത്. വിഷ്വൽ മീഡിയ മറ്റു സാധനങ്ങളൊക്കെ വന്ന കാലത്ത് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഭാഷയും സാഹിത്യവും സമ്പന്നമാകുന്നതിൽ വിവർത്തന സാഹിത്യത്തിന് വലിയ പങ്കുണ്ട്. വിവർത്തന സാഹിത്യത്തിൻ്റെ സൗന്ദര്യം എന്നതിന് പേരിട്ടതിന് ഇതിന് സംഘാടകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വിവർത്തനത്തിൻ്റെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് വിവർത്തനത്തിലെ തൻ്റെ തിരഞ്ഞെടുപ്പുകളെയും അഭിരുചികളെയും കുറിച്ച് കബനിസി സംസാരിച്ചു. ഇതിൽ ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് സ്ത്രീകൾ എഴുതിയ കൃതികൾ, സ്ത്രീകളെ കുറിച്ചിട്ടുള്ള, അപ്പോൾ നമ്മൾ ഫയർ ബ്രാൻഡ് എന്ന് പറയില്ലേ, ഫയർ ബ്രാൻഡ് എന്ന് പറയുന്ന സ്ത്രീകളെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന പ്രധാന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്കാരി മാതായി എന്നുള്ള നോബൽ ലോറിയറ്റിൻ്റെ ആത്മകഥയാണ് തലകുനിക്കാതെ ഒരു പെണ്ണിൻ്റെ കഥ എന്ന പേരിൽ ചെയ്തത്. ബെനസീർ ഭൂട്ടോ, ആങ് സാൻ സൂക്കി, അതുപോലെ തന്നെ തെലുങ്ക് എഴുത്തുകാരി വോൾഗയുടെ കൃതികൾ, ഇങ്ങനെയുള്ള ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് സ്ത്രീകളെക്കുറിച്ചും സ്ത്രീകൾ എഴുതിയത്, അങ്ങനെയുള്ളൊരു മുൻതൂക്കം എപ്പോഴും എനിക്കുണ്ട്. സാഹിത്യമെന്നും കാലത്തിൻ്റെ കണ്ണാടിയാണ്. മനുഷ്യൻ്റെ അനുഭവങ്ങളും വികാരങ്ങളും പ്രതീക്ഷകളുമാണ് അതിലൂടെ പ്രതിഫലിക്കുന്നത്. കാലത്തിനനുസരിച്ച് എഴുത്തിലും മാറ്റങ്ങൾ വരണം. യുവ എഴുത്തുകാരിലൂടെ ഈ മാറ്റം സാധ്യമാണ്. അനീഷ് ഫ്രാൻസിസിൻ്റെ പാപ്പിലിയോ ഹെക്ടർ എന്ന പുസ്തക പ്രകാശനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മുൻ MP പന്ന്യൻ രവീന്ദ്രൻ. ഇന്ന് എഴുത്തുകാർ ഇഷ്ടംപോലുള്ളൊരു കടല പോലെ, പക്ഷെ മനുഷ്യ മനസ്സ് സ്ഥാനം പിടിക്കുന്നില്ല. മാത്രമല്ല, കഥകളും നോവലുകളും എഴുതാനുള്ള ആളുകൾ വളരെ ചുരുക്കമായിരുന്നു. ഇപ്പം മാറി കഥകൾ എഴുതുന്നതിന് വേണ്ടിയുള്ള താല്പര്യം ചെറുപ്പക്കാരിൽ വരുന്നു. അവർക്ക് എന്താണ് ഈ കഥ എഴുതാൻ, എന്ത് കഥയാണ് എഴുതേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ സ്വയം ഉണ്ടാക്കണം. അത് ഉണ്ടായി വരില്ല. അത് നമ്മുടെ പരിസരമാണ് ഉണ്ടാക്കി തരുന്നത്. ആ പരിസരങ്ങൾ പോകുന്ന വഴിയിൽ നമ്മളെ കണ്ണുകൾ ക്യാമറ കണ്ണുകൾ പോലെ പോകും. എങ്കിലും മാത്രമേ ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ മനസ്സിനകത്ത് പകർത്തി വെക്കാൻ കഴിയും. ആ പകർത്തി വെക്കുന്ന സംഭവങ്ങളാണ്. ആധുനിക കാലത്ത് സ്ത്രീപക്ഷ എഴുത്തുകളിലൂടെ ശ്രദ്ധേയാണ് രാജശ്രീ. മാറുന്ന കാലത്ത് ഉയർന്നു വരുന്ന സൈബർ ആക്രമണങ്ങളെ സ്ത്രീപക്ഷ എഴുത്തുകളിലൂടെ എങ്ങനെ നേരിടാം എന്ന് പറയുകയാണ് രാജശ്രീ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കാലം ഏറ്റവും കൂടുതൽ ജനപ്രിയമായിട്ടുള്ള റീലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടോക്സിക് മസ്കുലിനിറ്റിയെ വളർത്തിയെടുക്കുന്ന രീതിയിലത്തെ പലതും കാണാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള അപായം എന്താണെന്നുള്ളത് ഒരു പക്ഷേ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. എത്രയോ കാലം ശ്രമിച്ച് നമ്മൾ കുടഞ്ഞെറിഞ്ഞു കളഞ്ഞ കാര്യങ്ങളെ തന്നെ പുനരാനയിക്കുന്ന രീതിയിലാണ് പലപ്പോഴും കാര്യങ്ങൾ വരിക. പലപ്പോഴും നമ്മൾ ചില ഫോട്ടോഷൂട്ടുകളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും വിനോദത്തിന് വേണ്ടി എടുക്കുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് വളരെ കുറഞ്ഞ ഒരു സമയപരിധിയിൽ മാത്രമാണെങ്കിൽ പോലും അത് പ്രക്ഷേപിക്കുന്ന ഒരു മനുഷ്യവിരുദ്ധത കാണാതിരുന്നുകൂടാ. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ഈ ഒരു ചരിത്രബോധത്തോട് കൂടിയിട്ട് കാര്യങ്ങളെ സമീപിക്കണം. അപ്പോൾ എപ്പോഴും നോക്കിക്കഴിഞ്ഞാലും ഏത് മനുഷ്യനും അന്തസ്സോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണ്. ആ ഒരു ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു ടോക്സിക് മസ്കുലിനിറ്റി ആയാലും ഏത് തരത്തിലുള്ള ടോക്സിസിറ്റി ആയെങ്കിലും നമുക്ക് മറികടക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഒഴിവാക്കി ജീവിക്കാൻ പറ്റും. അത്തരത്തിലുള്ള ആരോഗ്യകരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ളൊരു ലോകം ഉണ്ടാവുന്നതല്ലേ നല്ലത്. വ്യക്തിത്വ വികസനത്തിനുള്ള മികച്ച ഉപകരണമാണ് വായന. വായന അറിവ് വളർത്താൻ മാത്രമല്ല, ലോകത്തെ അറിയാനും ചിന്താശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. തിരക്കുള്ള ജീവിതത്തിനിടയിലും വായനയ്ക്കായി സമയം കണ്ടെത്തണമെന്ന് MK മുനീർ MLA. നമ്മുടെ വായനയ്ക്കുള്ള സമയം നമ്മൾ തന്നെ കണ്ടെത്തണം. അതേസമയം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെയോ സാമൂഹ്യ പ്രവർത്തനത്തെയോ അത് ബാധിക്കാനും പാടില്ല. അപ്പം നമുക്ക് വായിക്കാൻ എടുക്കാൻ പറ്റുന്ന സമയം നമ്മുടെ ഉറക്കിൻ്റെ സമയമാണല്ലോ. അപ്പം മിക്കവാറും പലപ്പോഴും ഉറക്കിൻ്റെ സമയം ഞാൻ കുറയ്ക്കുകയും ആ സമയങ്ങളിൽ രാത്രി ഇരുന്ന് വായിക്കുകയും ചെയ്യും. പിന്നെ യാത്രകൾ നമുക്ക് വായിക്കാൻ പറ്റുന്ന
അതൊരു അനുഭവമാണ്. കാരണം തീവണ്ടി യാത്രകൾ പഴയ കാലത്ത് വായനയ്ക്ക് വേണ്ടി ഉപയോഗിച്ച പോലെ ഇപ്പം നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒരു 1-2 പുസ്തകം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആ യാത്ര കഴിയുമ്പോഴേക്കും വായിച്ചു തീർക്കാൻ പറ്റും. എന്നാൽ പൊതു വിഷയങ്ങളിൽ ഒക്കെ നമുക്ക് നമ്മുടെ വായനാ അനുഭവത്തെ മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടും. വായിക്കാനുള്ള ദാഹവും അതിൽ നിന്ന് കിട്ടുന്ന അറിവുകളുമാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയതെന്ന് മുല്ലക്കര രത്നാകരൻ. അത്തരം മാറ്റങ്ങളിൽ നിന്നുമാണ് മനുഷ്യൻ സമരമെന്ന പ്രതികരണ മാർഗം കണ്ടെത്തിയത്. അതിനാകട്ടെ ചോരയുടെയും കണ്ണീരിൻ്റെയും അനുഭവത്തിൻ്റെയും കഥകളുമുണ്ട്. കണ്ണീരിൻ്റെയും ചോരയുടെയും കഥയെന്ന പുതുപ്പള്ളി രാഘവൻ്റെ പുസ്തക പ്രകാശനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ അറിവുള്ളവരും അറിവില്ലാത്തവരും തമ്മിലുള്ള അകലമായിരുന്നു. അപ്പോൾ ഈ അറിവില്ലാത്തവർ സ്വാഭാവികമായി കേരളത്തിൻ്റെ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ജാതിയിൽ താഴെയുള്ളവരും കൂലിവേലക്കാരുമായ മനുഷ്യരായി മാറിയത്. അവർക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു. ആ സങ്കടങ്ങളെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ലത് അവർക്ക് അറിവ് കൊടുക്കുക എന്നതാണ്. ഈ സമരമാണ് സത്യത്തിൽ ഏറ്റവും വലിയ അറിവ് കൊടുക്കുന്ന മനുഷ്യൻ കണ്ടെത്തിയ കൂട്ടായ്മ. ഈ രണ്ടുപേർ കൂടിച്ചേരുമ്പോൾ സത്യത്തിൽ അവരുടെ ഇടയിൽ ദൈവം ഉണ്ടാവുമെന്ന് യേശുദേവൻ പറഞ്ഞത് ശരിയാണ്. ദൈവം എന്ന് പറയുന്നത് പോലും യേശുദേവൻ്റെ സങ്കല്പത്തിൽ കേരളത്തിലെ ആധുനിക കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരമൊക്കെ വന്നപ്പോൾ അറിവാണ്. സത്യത്തിൽ അറിവ് കൊണ്ട് അകത്ത് നിക്ഷേപിക്കപ്പെട്ട സാധാരണ മനുഷ്യരുടെ അഭൂതപൂർവമായ ഒത്തുചേരൽ ഒരു സമരമാണ്. അതിലൂടെയാണ് കേരളത്തിൻ്റെ പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള വഴി തുറന്നത്. ആ വഴി തുറന്ന കുറച്ച് കഥകൾ ചോരയുടെയും കണ്ണുനീരിൻ്റെയും കഥകൾ ആണ്. എല്ലാ കഥകളും തീർച്ചയായിട്ടും ചോരയുടെയും കണ്ണുനീരിൻ്റെയും വിയർപ്പിൻ്റെയും കഥകളാണ്. എല്ലാ സങ്കടങ്ങളുടെയും പിന്നിൽ മനുഷ്യന് ഒരു ആശ്വാസം കണ്ണുനീരാണ്. ആ കണ്ണുനീർ കാണുമ്പം പൊരുതുന്ന മനുഷ്യൻ അതിന് പരിഹാരം കാണുന്നത് മറ്റൊരാശ്വാസമാണ്. ഈ 2 ആശ്വാസവും കേരളത്തിലുണ്ടാക്കിയ ഒരുപാട് ചരിത്രത്തിൽ ഒരുപാട് സ്ഥാനം കിട്ടിയ തറക്കല്ലുകൾ ഇട്ടുപോയ ആളുകളിൽ ഒരാളാണ് പുതുപ്പള്ളി രാഘവൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇങ്ങനെ പ്രകാശനം ചെയ്തതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തുന്നു. പുതുപ്പള്ളി രാഘവൻ എന്ന തൻ്റെ അച്ഛൻ്റെ പുസ്തകം നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞതിന് നന്ദി പറയുകയായിരുന്നു മകൾ ഷീല. പുസ്തക പ്രകാശനത്തിന് മുൻകൈയെടുത്ത അജിത് കുമാറിനും ഷീല നന്ദി പറയുകയുണ്ടായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ പുതുപ്പള്ളി രാഘവൻ്റെ നിഴല് പോലെ തന്നെ നടന്ന എൻ്റെ അമ്മ ശാന്തയുടെയും മകളായിട്ട് ജനിക്കാൻ സാധിച്ചതാണ്. ഈ ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അധികാരം കാത്തുസൂക്ഷിക്കാനും അധികാരം പിടിച്ചടക്കാനും വേണ്ടി നടക്കുന്ന നാടകങ്ങളാണ്. അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ അധികാര ശ്രേണികളിൽ കയറി പറ്റാമായിരുന്നിട്ടും അതിൽ നിന്നും എല്ലാം വളരെ അകലം പാലിച്ച് സഞ്ചരിച്ച ഒരു ആളായിരുന്നു എൻ്റെ അച്ഛൻ. അതിലെനിക്കിന്ന് സത്യം പറഞ്ഞാൽ അഭിമാനമുണ്ട്. കേരളത്തിൻ്റെ ഏത് കോണിൽ പോയാലും പുതുപ്പള്ളി രാഘവൻ്റെ മകളാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു സ്നേഹം അതിൻ്റെ തെളിവാണ്. അച്ഛൻ്റെ ജീവിതം എത്രമാത്രം സംശുദ്ധമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പം അച്ഛൻ എഴുതിയ ഒരു പുസ്തകം ഇപ്പം വിപ്ലവ സ്മരണകൾ എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോബയോഗ്രഫി ഉണ്ട്. അത് കുറച്ച് വലിയ ഏതാണ്ട് 1000-ഓളം പേജുകളുള്ളതാണ്. അതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. പ്രിൻ്റ് ചെയ്യാൻ ആളുകളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് ഈ ഒരു ചെറിയ പുസ്തകമെങ്കിലും പുതുപ്പള്ളി രാഘവൻ്റെതായിട്ട് അറിയപ്പെടണം എന്ന് പറഞ്ഞ് മുൻപോട്ട് വന്ന പബ്ലിക്കേഷൻസും അത് ഇവിടെ ഈ നിയമസഭയുമായിട്ട് യാതൊരു ബന്ധമില്ലാതിരുന്ന ഒരാളുടെ ഒരു പുസ്തകം ഇവിടെ നിയമസഭയിൽ നടക്കുന്ന ഈ പുസ്തകോത്സവത്തിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. ജന്മനാളിൽ തന്നെ താൻ ഏറെ സ്നേഹിക്കുന്ന പുതുപ്പള്ളി അമ്മാവൻ്റെ പുസ്തകം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം പങ്കുവയ്ക്കുകയായിരുന്നു ഒലീന തമ്പി. പുതുപ്പള്ളി അമ്മാവൻ എൻ്റെ ഹൃദയത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ അമ്മാവൻ്റെ സ്നേഹവും ലാളനെയും എല്ലാം അനുഭവിക്കാൻ എൻ്റെ അച്ഛനോടൊപ്പം തന്നെ അത് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അമ്മാവനെ ഈ ഇവിടുത്തെ ഫംഗ്ഷനിൽ എനിക്ക് അധികം സംസാരിക്കാൻ ഞാൻ വിചാരിച്ചു സമയപരിധി ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ചുരുക്കുക. അല്ലെങ്കിൽ അമ്മാവനെ പറ്റിയുള്ള നിരവധി സ്മരണകൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പം എൻ്റെ ഒരു ജന്മനാളിൻ്റെ അന്ന് തന്നെ അമ്മാവൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഏറ്റുവാങ്ങാനുള്ള ഒരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ് ഞാനതിനെ കണക്കാക്കുന്നത്. അതിൽ വളരെ വളരെ സന്തോഷമുണ്ട്.
ഓൺലൈൻ എഴുത്തുകൾ അധികരിച്ച ഈ കാലത്തും പ്രിന്റ് ചെയ്ത പുസ്തകങ്ങൾ വിറ്റുപോകുന്നതിൽ സന്തോഷമുണ്ടെന്ന് എഴുത്തുകാരൻ SR ലാൽ. മനുഷ്യൻ കണ്ടുപിടിച്ച മികച്ച അത്ഭുതങ്ങളിൽ ഒന്ന് പുസ്തകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുസ്തകോത്സവ വേദിയിൽ ഷോലെ പിക്ചേഴ്സ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും കൂടുതൽ വിശ്വസ്തരായ വായനക്കാർ അല്ലെങ്കിൽ നല്ല വായനക്കാരുണ്ട്. അവിടെ ഏറ്റവും നന്നായി പുസ്തകങ്ങൾ വിറ്റുപോകുന്നുണ്ട്. ഒരുപക്ഷെ എഴുത്തുകൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഏക സമൂഹം ഇന്ത്യയിൽ കേരളത്തിലെ എഴുത്തുകാരുടെ സമൂഹമായിരിക്കും. അതിന് കേരളത്തിലെ വായനക്കാരോട്, മനുഷ്യരോട് എഴുത്തുകാർ എന്നും കടപ്പെട്ടിരിക്കുന്നു. അപ്പോഴും നമുക്ക് മുന്നിലുള്ള ആശങ്ക ഇത്തരം പുസ്തകങ്ങൾ ഇനി കാലത്തെ അതിജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അച്ചടിക്കപ്പെട്ട പുസ്തകങ്ങൾ ഇനി മനുഷ്യർക്ക് കൂട്ടായി ഉണ്ടാകുമോ എന്നുള്ളതിനെപ്പറ്റി വലിയൊരു ആശങ്ക പലരും പങ്കുവയ്ക്കാറുണ്ട്. അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് വായനക്കാർ ചെന്നെത്തുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ പുതിയ വായനക്കാർ എത്തുന്നുണ്ടോ എന്നുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട MD അദ്ദേഹം ഈയിടെയാണ് അന്തരിച്ചത്. അദ്ദേഹം ഇടയ്ക്ക് പറയുകയുണ്ടായി, ഉംബർട്ടോ എക്കോയെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ കണ്ടുപിടിച്ച പരിപൂർണതയുള്ള ഒരു കണ്ടുപിടുത്തങ്ങളിൽ ഒന്ന് ചക്രമാണ്. അതിനെ അതിജീവിക്കാൻ നമുക്ക് ഒരുപക്ഷെ കഴിയാറില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ്. അതുപോലെ തന്നെ മനുഷ്യൻ കണ്ടുപിടിച്ച മറ്റൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തമാണ് പുസ്തകം. അതുകൊണ്ട് ഈ പുസ്തകങ്ങൾ നമ്മളെ കടന്നു പോകില്ല, ഇല്ലെങ്കിൽ അത് കാലഹരണപ്പെട്ടു പോകില്ല എന്നുള്ളതാണ്. എഴുത്തുകാരിന്ന് അവരുടെ കൃതികളുടെ മൂല്യത്തെക്കാൾ കൂടുതൽ പരിഭ്രാന്തരാകുന്നത് അതിൻ്റെ വിപണന സാധ്യതകളെക്കുറിച്ച് ഓർത്താണെന്ന് എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ. എഴുത്തുകാർ സർഗാത്മകമായി എഴുതുന്ന സമയം കുറഞ്ഞുവെന്നും അവർ പുസ്തകങ്ങളുടെ വിപണന സാധ്യതകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു എഴുത്തുകാരനുണ്ടാകുന്നത് സമൂഹത്തെക്കുറിച്ചുള്ള അതിഭയങ്കരമായ ഉത്കണ്ഠയിൽ നിന്നാണ്. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അല്ലാണ്ട് അയാളൊരു ഭാഷാ പണ്ഡിതനായതുകൊണ്ടോ അല്ലെങ്കിൽ അയാൾ കുറേ പഠിച്ചതുകൊണ്ടോ ഒന്നല്ല. അയാൾക്ക് പണ്ട് സിദ്ധാർത്ഥ രാജകുമാരൻ ഉണ്ടായിരുന്ന പോലെ സമൂഹത്തിൻ്റെ ദുരന്തങ്ങളിൽ അയാൾക്കുള്ള വേദനയാണ് അയാൾ എഴുത്തുകാരനാക്കുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്ന നമ്മൾ ഈ ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുസ്തകങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് എഴുത്തുകാരൻ വരുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അതൊരു ഉൽപ്പന്നമാണല്ലോ. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ഇത് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുത്തുകാരൻ വലിയ രീതിയിൽ ഈ മാർക്കറ്റിൻ്റെ ഒരു ഉപാധിയായി മാറുന്നു. അവന് സമയമില്ല, എഴുതാൻ സമയമില്ല. അല്ലെങ്കിൽ എഴുതാൻ സമയം ഉണ്ടാവും, പക്ഷേ എഴുതുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയമില്ല. എഴുതുന്നതിനെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകത്തെ മനസ്സിലാക്കുക, അതൊന്നുമല്ല അവൻ്റെ ചിന്താവിഷയം എന്ന്. അവൻ്റെ ചിന്താവിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കണ്ട് തൻ്റെ പുസ്തകം വിൽക്കാൻ കഴിയും. അപ്പോൾ അതെന്ന് വെച്ചാൽ പ്രസാധകൻ ഈ എഴുത്തുകാരനെ നിയോഗിക്കുകയാണ്, അല്ലെങ്കിൽ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ കൂടി ഇതിൽ പങ്കാളികളാണ്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് പുസ്തകം വിൽക്കാൻ സഹായിക്കുന്ന ആളാണെന്ന് വെച്ചാൽ നിങ്ങളെ ഞങ്ങൾ ആവശ്യത്തിലധികം പ്രൊമോട്ട് ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്ന ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട. ആ രീതിയിൽ എഴുത്തുകാരനെ ആ രീതിയിലാണ് പരിഗണിക്കുന്നത്. എഴുത്തുകാരനെ എത്ര ചെട്ടിമിടുക്ക്, തൻ്റെ പുസ്തകം വിൽക്കാനുള്ള ചെട്ടിമിടുക്ക് എഴുത്തുകാരനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ പ്രസാധകൻ കൊണ്ടു നടക്കുന്നു. അയാൾ സമൂഹത്തിൽ വായനക്കാരുടെ മുമ്പിൽ അയാൾ വിജയിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങൾ പണ്ട് കാലത്ത് സാഹിത്യ വിമർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് പുസ്തകങ്ങളുടെ വിലയിരുത്തപ്പെട്ടിരുന്നത്. ഇന്ന് സാഹിത്യ വിമർശനം വളരെ പിന്നോക്കം പോയതോടുകൂടി ആ ഒരു സംഗതിയില്ല. അപ്പോൾ പലതരത്തിലുള്ള ഈ അവാർഡ് കൊടുക്കൽ, സ്വീകരണം കൊടുക്കൽ, 25ാം വാർഷികം 50ാം വാർഷികം ആഘോഷിക്കൽ, പിന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിച്ച് പറയൽ, ഇതൊരു നിരന്തരം അതിൽ മാത്രം ഒഴുകിയിരിക്കുന്ന സമൂഹത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയിൽ നിന്ന് മാറിപ്പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ എഴുത്ത് ഒരുതരം ഒരു ശരിയായ രീതിയിലുള്ള മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നല്ലാതായി മാറും എന്നുള്ളൊരു ഉത്കണ്ഠയാണ് ഞാൻ അവിടെ പങ്കുവച്ചത്. മനുഷ്യനൊരാമുഖം, ഈ പേരിൽ നിന്ന് തന്നെ ആളെ മനസ്സിലായി കാണും. എഴുത്തുകാരനും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ചീഫ് സബ് എഡിറ്ററുമായ സുഭാഷ് ചന്ദ്രൻ വേദി 2 വായനക്കാരുമായി സംസാരിച്ചു. എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവൻ്റെയും പാർശ്വവൽകൃതൻ്റെയും അങ്ങനെ പൊതു വീഥികളിലും പൊതു സദസ്സുകളിലും എത്തപ്പെടാനാകാതെ പോകുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയമാണ്. അത് എല്ലാ കാലത്തിൻ്റെയും എഴുത്തുകാരുടെ രാഷ്ട്രീയം അത് തന്നെയാണ്. നമ്മൾ വാക്കുകൊണ്ട് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ സമത്വമാണ്. നമ്മുടെ ആത്മാവിൽ എല്ലാവരും തുല്യരാണെന്നും
ഇവിടെ പിറന്നു വരുന്ന ഓരോ മനുഷ്യനും ലോകത്തിലെ ഏറ്റവും സൗകര്യങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യനെ പോലെ തന്നെ ജീവിക്കാൻ അർഹനാണെന്നും ഒരു തോന്നൽ ആണ് ഒരാളെ ഒരു എഴുത്തുകാരനാക്കുന്നത്. അപ്പോൾ പിന്നാക്കം പോകുന്ന, വശങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന, ചവിട്ടിത്താഴ്ത്തപ്പെടുന്ന, ശബ്ദമില്ലാതാകുന്ന ആളുകൾക്ക് വേണ്ടി അവർക്ക് നമ്മളുണ്ട്, ഭൂമിയിൽ ഈ വേദനകൾ കാണുവാനും അതിനെ അഭിസംബോധന ചെയ്യുവാനും പ്രാജ്ഞരായിട്ടുള്ള മനുഷ്യരുണ്ട് എന്നൊരു തോന്നൽ അവർക്കൊരു ആത്മവിശ്വാസം നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എഴുതുന്നത്. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ നിരവധി സ്റ്റാളുകളുണ്ട്. എന്നാൽ ഒരു സ്റ്റാളിൽ ഒറ്റ പുസ്തകം മാത്രമാണ് വിൽക്കുന്നത്. ഖാലിദ് ബക്കർ എഴുതിയ ആവരാഹും എന്ന പുസ്തകം വിൽക്കുന്ന സ്റ്റാള് ഇന്ന് ശ്രദ്ധേയമാണ്. നാളിതുവരെയുള്ള മലയാള ഭാവനയ്ക്ക് അപ്രാപ്യമായ വ്യതിരിക്തമായ ഒരു പ്രമേയ ഭൂമികയിൽ നിന്നുകൊണ്ട് ജീവിതത്തെ ഖനിജം ചെയ്തെടുത്ത ഓർമ്മകൾ, അവിസ്മരണീയമായ വ്യക്തിത്വങ്ങൾ, MT അക്ബർ കക്കട്ടിലടക്കം എല്ലാറ്റിലും ഉപരിയായി മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന ഒരുത്തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സുവിശേഷമാണിത്. മരണത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന ഒരാളുടെ സുവിശേഷമെന്ന് ജനങ്ങൾ പറയുമ്പോഴും രചയിതാവ് ഖാലിദ് ബക്കറിന് പറയുവാനുള്ളത് ജീവിതത്തോടുള്ള തൻ്റെ പ്രണയമാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ തന്നെ കാരണം ആ നേടത്ത എക്സ്പീരിയൻസാണ്. 91 പിന്നെ അബുദാബിയിൽ വെച്ച് സംഭവിക്കുന്നത്. എൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ എൻ്റെ ധാരണകളെ, പിന്നെ ഞാൻ നേരത്തെ കൊണ്ടുനടന്ന ബോധങ്ങളെയൊക്കെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു മരണം എന്ന് വെച്ചാൽ മരിച്ചോ എന്ന് ചോദിച്ചാൽ ഡോക്ടർ മരിച്ചു എന്ന് സർട്ടിഫൈ ചെയ്തതാണ്. ദൈവം ഈ മനുഷ്യരിൽ നിന്ന് ആരെയോ നമുക്ക് ഒരു ആപൽ ഘട്ടത്തിൽ നമുക്ക് വേണ്ടി നിയോഗിക്കപ്പെടും. അത് പ്രിയപ്പെട്ടവർ അവിടെ ഒന്നുമില്ല. ഞാൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഞാൻ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ സമയത്ത് പോലും മേരി സിസ്റ്റർ വന്നിട്ട് പിന്നെ എൻ്റെ കാതിൽ മന്ത്രിക്കും, കുഞ്ഞെ നീ രക്ഷപ്പെടും, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ ഞാൻ കാണാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് എല്ലാത്തിനോടും ഒരു പ്രണയമാണ്. ജീവിതം മുഴുവനും ഒരു പ്രണയത്തോടെ എല്ലാത്തിനെയും, മനുഷ്യരെയും പ്രകൃതിയെയും ഒക്കെ കാണാൻ തുടങ്ങി. ഇത് ലോകത്തോടെ എനിക്ക് പറയണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എഴുതി തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം എഴുത്ത് വരാൻ തുടങ്ങി, എനിക്ക് എഴുതാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായി. ആളുകൾ അത് ഏറ്റെടുത്തു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നത്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം നാളെ സമാപിക്കുകയാണ്. ഉത്സവവേദിയിലേക്ക് എല്ലാ അക്ഷരപ്രേമികളെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി.